പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. ചിക്കൻ കറിയും പത്തിരിയും. ഫസ്റ്റ് നമ്മൾ ചിക്കൻ എടുക്കുന്നു, നേരെ കുക്കറിലേക്ക് ഇടുന്നു. ചിക്കൻ കഴുകിയിട്ടാണ് വെച്ചിരിക്കണത്. ഇനി നമുക്ക് മസാലകൾ ഇടാം കേട്ടോ. എന്തൊക്കെ മസാലയാണ്? മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഉപ്പ്, മല്ലിപ്പൊടി. ഇനി നമ്മളിതൊക്കെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടി ഇടും. പിന്നെ അടുത്ത തക്കാളി, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്. തക്കാളി ഇങ്ങനെ വലുതാക്കി ഇട്ടാ മതിയോ? ചെറുതാക്കണ്ട. ഈ എന്താ ഉണ്ടാക്കണേ? മൊത്തത്തിൽ എന്താ ഡിഷ് ഉണ്ടാക്കണേ? ചിക്കൻ കറി. ഇനി നമ്മൾക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യാം. ഒക്കെ കൂടി മസാല പിടിച്ചത് വരെ നമുക്ക് മിക്സ് ചെയ്യണം. വെള്ളം എന്തിനാ പാരണേ? അത് നേരെ മുങ്ങിയിട്ട് നേരെ കറി നമ്മൾ ഉണ്ടാക്കണേ. ഒന്ന് നേരെ എല്ലാം കൂടി വേവാനായിട്ട് ഇതിരുന്നു. ഒക്കെ കൂടി ഒക്കെ കൂടി കൂട്ടി മിക്സ് ചെയ്യണം. നമ്മൾ ഇനി ഇതൊക്കെ മിക്സ് ആക്കണം. ഫുള്ളായിട്ട് എല്ലാം ഇപ്പം ഇങ്ങനെ ഉണ്ടാവും, കുറേ ആവാത്ത ഉണ്ടാവും, ഒക്കെ നോക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ പരത്തിയിട്ട് നമ്മളിത് അടക്കാൻ പോകുകയാണ്. കുക്കർ അടക്കാൻ അറിയില്ല. പാവട്ടോ. അപ്പൊ നമ്മളിനി അടച്ചു കഴിഞ്ഞു. നമ്മളിത് അടുപ്പിലേക്ക് വെക്കാണ് കേട്ടോ. നമുക്ക് ഇനി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പത്തിരിയാക്കണത് നമ്മൾ കത്തിച്ചിട്ട് വെച്ചു. ഇനി അതാവട്ടെ. നമുക്ക് അവിടെ തന്നെ പത്തിരി ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ ഒരു വിസിലടിച്ചു. ഞാൻ അടുത്ത വിസിലടിച്ചു. ഇനി നമ്മളിത് കടിച്ചു വാങ്ങാം. ഞാൻ ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് എടുത്തിട്ട് മാറ്റാം. ഇപ്പൊ നല്ല ചൂടുണ്ട് അതിന്. അത് തൊട്ടാ നമ്മളെ കഴിച്ച് കൊള്ളും. അതുകൊണ്ട് നമുക്ക് ഇനി അത് ചൂടാവട്ടെ. നമ്മള് ഇത് പാചകം തേങ്ങയും ജീരകവും ചെറുതും വെളുത്തുള്ളിയും വറുത്തിട്ട് അരച്ചിട്ട് ബാക്കി എല്ലാ സൈഡും കൂടി കൂട്ടി അളക്കുക. ഒക്കെ കൂടി മിക്സ് ആവുന്ന പോലെ നല്ല മിക്സ് ചെയ്യാം. ഒക്കെ ഫുള്ള് മിക്സ് ചെയ്യാം. താക്കാനാവട്ടെ. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമ്മൾ അടുത്ത് കറി തൂമിക്കാൻ പോകുന്നു. എണ്ണ വരാൻ പോകും. ഉള്ളി എടുത്തിട്ട് ഇടും. ഉള്ളിട്ടു നമുക്ക് കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇടാണ്. സ്പൂൺ ആയിക്കട്ടെ. അളക്കാണ്. നമ്മൾ ഗ്യാസ് കെടുത്തും അത് നേരെ ആക്കിയിട്ട് മിക്സിയിട്ട് ഇടും. ഫുള്ള് വടിച്ചിട്ടിടും. നമ്മൾ കറിന്ന് ആക്കി കൊടുക്കണം. കൈ കൊണ്ടുവന്ന് നമ്മളിതൊക്കെ ആക്കി കൊടുക്കാം. മതി. കറി കാണിച്ചിട്ട് കാക്കൂ കയ്യിലിടാൻ. കറി റെഡി.
പത്തിരി ഉണ്ടാക്കിയേക്കണോ അതിനൊപ്പം കറി പറഞ്ഞിട്ട് കഴിക്കാം. പീസൊക്കെ കഴിക്കാം. ഇതവിടെ സൈഡിൽ പറഞ്ഞിട്ട് കഴിക്കാം. കഴിച്ചോക്കാം. ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.